ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനെന്താ ചെറിയ പേടിക്കാനൊന്നുമില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മോളെ. ഇപ്പൊ കാണാൻ പറ്റുമോ? കാണാനൊന്നും പറ്റില്ല. ഇത് ഐശ്വര്യ. നീ ഒന്ന് പോയിക്കേ. രാജു വാ. അച്ഛാ, എന്റെ മോള് വന്നോ? കരയാതെ. അച്ഛനൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. രാജു സർ, എനിക്കൊന്നുമില്ലെന്ന് നീ മോളോട് പറയടാ. മോള് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന കണ്ടപ്പോ ഉണ്ടായ ടെൻഷനാ, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് അസുഖമൊന്നുമില്ല. സോറി മോളെ, എന്റെ മോൾക്കൊരാപത്ത് നേരിട്ടപ്പോ അച്ഛനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സോറി. അച്ഛ, അതിന് അച്ഛൻ സോറി പറയുന്നത് എന്തിനാ? അച്ഛന്റെ ഫ്രണ്ട് വന്നല്ലേ എന്നെ രക്ഷിച്ച്. സദാശിവം സാർ വന്നോ? ആ, കൃത്യസമയത്ത് മിനിസ്റ്റർ അവിടെ എത്തി. മിനിസ്റ്റർ ഋതികയെ രക്ഷിച്ച. നാളെ ഋതികയെ കോടതിയിൽ ഹാജരാക്കാനും മിനിസ്റ്റർ വരാന്ന് പറഞ്ഞിരിക്കുക. സന്തോഷമായി. അച്ഛൻ എന്ത് പറ്റിയതാ അച്ഛ? അച്ഛനത് തുറന്നു പറ. എനിക്കൊന്നുമില്ല മോളെ. ശേഖര, ഏട്ടാ, എനിക്കൊന്നുമില്ലെന്ന് മോളോടൊന്ന് പറയേ. നീ പറഞ്ഞാലേ അവള് വിശ്വസിക്കൂ. ഏട്ടനൊന്നുമില്ല മോളെ. നിങ്ങൾക്ക് ഈ രാത്രി താമസിക്കാൻ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ഒരു റൂം ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ സദാശിവൻ സാറ് എല്ലാം വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ടിവിയിലുണ്ട്. നാളെ അദ്ദേഹത്തിന്റെ കാറിൽ കോടതിയിലേക്ക് മോളെ കൊണ്ടുപോകാന്നും പറഞ്ഞു. അത് സാർ ഞങ്ങളോടും പറഞ്ഞു. എനിക്ക് റൂമൊന്നും വേണ്ട ചെറിയച്ച. ഞാനിവിടെ അച്ഛന്റെ കൂടെ ഇരുന്നോളാം. ഏട്ടാ, ഏട്ടനെ കുടിക്കാൻ ചായ കാപ്പി വല്ലതും വേണോ? എനിക്കൊന്നും വേണ്ട ശേഖര. ഇവർക്ക് രണ്ടുപേർക്കും ആഹാരം വാങ്ങിക്കൊടുക്ക. എനിക്കൊന്നും വേണ്ട ചെറിയച്ച. എനിക്ക് കുറച്ച് സമയം അച്ഛന്റെ അടുത്തിരിക്കണം. മോളിരുന്നോ, ഞങ്ങളിപ്പോ വരാം.